ബന്ദിപ്പൂരിൽ ചരിഞ്ഞ തണ്ണീർക്കൊമ്പൻ്റെ ശരീരത്തിൽ പെല്ലറ്റ് ഏറ്റ പാടുകൾ. കൃഷിയിടത്തിലോ ജനവാസ മേഖലയിലോ എത്തിയപ്പോൾ ഈ ആനയെ തുരത്താൻ ഉപയോഗിച്ചതെന്നാണ് ഇപ്പോഴുള്ള സംശയം. ഒരാഴ്ച മുമ്പ് ആനയെ തോൽപ്പെട്ടി മേഖലയിൽ കണ്ടതായി വനംവകുപ്പിന് വിവരം ലഭിച്ചു. കൃത്യമായി സിഗ്നൽ ലഭിക്കാത്തത് കൊണ്ടാണ് ഈ തണ്ണീർക്കൊമ്പനെ ട്രാക്ക് ചെയ്യാൻ കഴിയാതെ പോയത് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. കർണാടകത്തിൽ നാഗർകോളയിൽ നിന്ന് തിരുനെല്ലി കാട്ടിലൂടെയാണ് ആന എത്തിയതെന്ന് പറയുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. സുർജിത്ത് എവിടെയാണ് നിൽക്കുന്നത്? പറയൂ വിശദാംശങ്ങൾ. SKN, ഞാനിപ്പോൾ വയനാട്ടിൽ തന്നെയാണ് ഉള്ളത്. ഈ തണ്ണീർക്കൊമ്പൻ്റെ ശരീരത്തിൽ പെല്ലറ്റുകൾ ഏറ്റതിൻ്റെ പാടുകൾ കൃത്യമായ രീതിയിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഒരു പെല്ലറ്റല്ല, ഒരുപാട് പെല്ലറ്റുകൾ ശരീരത്തിൽ പതിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുന്ന വിവരങ്ങളാണ് വനംവകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇത് ഒരുപക്ഷെ ജനവാസ മേഖലയിലും അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങളിലും ഇറങ്ങിയതിൻ്റെ ഭാഗമായി ആളുകൾ ഈ ആനയെ തുരത്താൻ വേണ്ടി ഈ തോക്ക് ഉപയോഗിച്ചുകൊണ്ട് പെല്ലറ്റ് പ്രയോഗം നടത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് വിവരങ്ങൾ വ്യക്തമാകുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ നിന്നാകില്ല. നേരത്തെ ഹാസൻ ബേലൂർ മേഖലയിൽ ഈ ആന തോട്ടങ്ങളിൽ നിലയുറപ്പിക്കുന്ന ഘട്ടത്തിൽ വിവിധ സമയങ്ങളിൽ തോട്ടങ്ങളിൽ ഇതിനെ കണ്ടിട്ടുണ്ട്. അതേ തുടർന്നാണ് കർണാടക വനംവകുപ്പ് ഇതിനെ പിടികൂടുന്നത്. ആ ഘട്ടത്തിൽ കർണാടകത്തിലെ അത്തരത്തിലുള്ള കർഷകരോ നാട്ടുകാരോ ഇത്തരത്തിൽ പ്രയോഗം നടത്തിയിരിക്കാം എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ ഇതിൻ്റെ ശാരീരിക അവസ്ഥയിലേക്ക് നയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മാത്രമല്ല, ഈ തണ്ണീർക്കൊമ്പൻ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള നിർണായകമായ വിവരം കർണാടക വനംവകുപ്പ് കേരള വനംവകുപ്പുമായി ബന്ധപ്പെട്ട ആശയവിനിമയം പൂർത്തിയാക്കിയിട്ടുണ്ട്. അത്തരം ആശയവിനിമയം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട്. പക്ഷേ 4-5 മണിക്കൂറുകൾ ഇടവിട്ടുകൊണ്ടാണ് ഇതിൻ്റെ സിഗ്നൽ റേഡിയോ കോളറിൽ നിന്ന് ലഭിച്ചിരുന്നത്. പക്ഷേ ഇതിനിടയിൽ ആന വളരെ വേഗത്തിൽ വളരെ ദൂരത്തിൽ സഞ്ചരിച്ചിരുന്നു. അതാണ് കൃത്യമായ രീതിയിൽ ട്രാക്ക് ചെയ്യാനുള്ള തടസ്സം ഉണ്ടായത് എന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. കൃത്യമായ ലൊക്കേഷൻ വിവരം കൃത്യമായ രീതിയിൽ ലഭിച്ചില്ല. അതാണ് ട്രാക്ക് ചെയ്യാൻ തടസ്സമായത് എന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആനയെ തോൽപ്പെട്ടി മേഖലയിൽ കണ്ടതായിട്ടുള്ള വിവരം വനംവകുപ്പിന് ലഭിച്ചിരുന്നു. സർവാണി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ ആനയുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കപ്പെടാൻ കാരണം ആ മേഖലയെല്ലാം തന്നെ സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്ന പ്രദേശമാണ്. പലപ്പോഴും സർവാണി, തിരുനെല്ലി അതെല്ലാം വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. പക്ഷേ അവിടെ ഇത്തരത്തിൽ കഴുത്തിൽ ഒരു ബെൽറ്റ് ഇട്ട ഒരു ആന, അതൊരു കൗതുക കാഴ്ചയായിരുന്നു. റേഡിയോ കോളർ ഘടിപ്പിച്ച ഈ ആന ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിരുന്നു. പക്ഷേ ആ ആനയെ ആ ഘട്ടത്തിൽ വനത്തിലേക്ക് തുരത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് അത് വീഴ്ചയായി ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ തലേ ദിവസം, അതായത് മിനിഞ്ഞാന്ന് വൈകിട്ട് ഈ ആന ഇറങ്ങിയതിൻ്റെ തലേ ദിവസം തലപ്പുഴ മേഖലയിലും ഈ ആനയെ കണ്ടതായി വിവരം വനംവകുപ്പിനെ അറിയിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്നാൽ കൃത്യമായ രീതിയിൽ അതിനെ ആ ഘട്ടത്തിലും തുരത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഇത് എടവക പഞ്ചായത്തിലേക്ക്, വനമില്ലാത്ത പഞ്ചായത്തിലേക്ക് നടന്ന് എത്തിയപ്പോഴാണ് ഇത് തുരത്താനുള്ള ശ്രമം തുടങ്ങിയതും അത്തരം നടപടികളിലേക്ക് വനംവകുപ്പ് എത്തിയതും. ഇതുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്തായാലും വനംവകുപ്പിൻ്റെ ഉന്നത സമിതി, വിദഗ്ധ സമിതി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും. ഇന്ന് തന്നെ ഈ ഈസ്റ്റേൺ CCF ആയിട്ടുള്ള വിജയാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിക്കുമെന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. SKN. ഓക്കെ, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്.